നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലുവയിലാണ്, എൻ്റെ മോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. ഇവരെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതേ അവരെടുക്കുള്ളൂ. പച്ചക്കറി മാത്രമല്ല, മുട്ട, മത്സ്യം എല്ലാം ഉണ്ട് അവർക്ക്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അവരെ ഗാർഡൻ നിങ്ങൾ നോക്ക്. അടുത്ത വീഡിയോയിൽ അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവരെ മേലത്തെ ടെറസുമ്മിലും താഴെയെല്ലാമായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനെ പറ്റിയിട്ടുള്ളതെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഹൈദരലി ഭയങ്കര ഫേമസ് ആയ അവാർഡെല്ലാം കിട്ടിയതാ കൃഷി. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞുതരും ബാക്കിയുള്ളതെല്ലാം. ഇവിടെ അച്ഛൻ പറയുകയാണെങ്കിൽ മറ്റേ പൈനാപ്പിള്, ഏത്തവാഴ, തക്കാളി, വഴുതന ഉണ്ടായിരുന്നു. ഇത് ക്യാബേജിൻ്റെ ഇത്, പച്ചമുളക്, പച്ചമുളക് ഉണ്ടായിരുന്നു. ഇഞ്ചി, പാവല്, ടപ്പിയോ, കപ്പ, മുരിങ്ങ, പടർന്ന കാച്ചില്, കുമ്പളം, ഇത് മാവ്, തക്കാളി. തക്കാളി ഉണ്ട് ഇവിടെ. പേര, പ്ലാവ് ഉണ്ട് കേട്ടോ. അതിന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് അതിൻ്റെ മുകളിലുള്ള ടെറസാണ് ഇപ്പൊ കണ്ടതിന്റെ മുകളിലുള്ളത്. അതിൽ പ്ലാവ്, പിന്നെ പേര, തക്കാളി, വഴുതിനിങ്ങ, പച്ചമുളക്, നല്ല നീളമുള്ള പച്ചമുളക്. അതാ അത്, മാവ് എല്ലാം ഡോക്ടർ ഇങ്ങനത്തെ പാത്രത്തിലാക്കിയിട്ട് ആണ് പിന്നെ വളർത്തുന്നത്. കൂടാണ്ട് കോഴികള്. കോഴിക്കുട്ടി മുട്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. പയർ, റൗണ്ട് ചെറുക്ക, ബാക്കി മുല്ല, പനിക്കൂർക്ക, റോസ്, പച്ചമുളക്. ഇതാ എത്രയാ പച്ചമുളക്. പച്ചമുളക്, ചെരിയും, ഇത് കറിവേപ്പില, മറ്റേ അത് പാണ്ടൻ ലീവ്സ്. പാണ്ടൻ ഞാൻ പച്ചമുളകായത് ഇങ്ങനെ പറിക്കുന്ന. ഇത് പാണ്ടൻ ലീവ്സ് ആണ്. കണ്ടാലും ഇതാ മല്ലിയിലേന്റെ മണമായിരിക്കും.
ഡോക്ടറെ വേറൊരു കൃഷി. ഡോക്ടർക്ക് ഫിഷിന്റെ കൃഷിയും ഉണ്ട്. അവിടെ വന്നതാണ് മത്സ്യത്തിന് ഭക്ഷണം കൊടുത്തു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നും എല്ലാം മനസ്സിലായില്ലേ. ഏത് സാധനവും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. നമ്മളെന്തിനാ ഈ വിഷത്ത് ഉള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന? വീട്ടിൽ സ്ഥലമുള്ളവർക്കെല്ലാം ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അത് പിന്നെ ചെറിയ വീടുള്ളവർക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കാം, വലിയ വീടുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് ഇനി ഞാൻ വരാൻ പോകുന്ന ഇനി ഒരു പ്രാവശ്യം അവരതെങ്ങനെയാണ് നട്ട പിടിച്ചെന്നുള്ളത് വേറൊരു പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ വരുമ്പം പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.